യേശുക്രിസ്തുവിനെ എല്ലാ തെരുവീതികളിൽ നിന്ന് പ്രസംഗിക്കുന്നു. അതിന്റെ കാരണം എന്താണ്? ഞാൻ നിങ്ങളോട് ഒരു ചെറിയ അഭിപ്രായം പറയാം. കഴിഞ്ഞ ദിവസം ഒരു ക്രിസ്തീയ മതവിശ്വാസിയായിരിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് ഞാൻ സുവിശേഷം പങ്കിടുവാനിടയായി. അദ്ദേഹം എനിക്ക് തോന്നുന്നു മാർത്തോമാ സഭാ വിശ്വാസിയാണെന്ന് തോന്നുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ വളരെ നല്ലവനായിട്ട് ജീവിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. വളരെ നല്ലവനായിട്ട് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ വളരെ നല്ലവനായിട്ട് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. 12ാമത്തെ വയസ്സിൽ തന്നെ യേശുക്രിസ്തുവിനോട് ഞാൻ എന്നെ സമർപ്പിച്ചു. എന്നിട്ട് മദ്യപാനമോ മറ്റു വിധമായിരിക്കുന്ന ഒരു തെറ്റായിരിക്കുന്ന വശങ്ങളിലേക്ക് ഞാൻ പോയിട്ടില്ല, ഞാൻ പോവുകയുമില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. പക്ഷെ ഒരു പെർഫെക്റ്റ് എനിക്ക് കിട്ടുന്നില്ല, ഒരു പൂർണ്ണത എനിക്ക് കിട്ടുന്നില്ല. എന്തൊക്കെയോ എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു നല്ല ജീവിതം നയിപ്പാൻ, ക്രിസ്തീയ ജീവിതം നയിപ്പാൻ എനിക്ക് കഴിയുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ ശുദ്ധമായിരിക്കുന്ന മനസ്സാക്ഷി വെച്ച് പറയുന്നു, ഞാൻ എന്റെ 12ാമത്തെ വയസ്സിൽ യേശുക്രിസ്തുവിന് വേണ്ടി ഞാൻ എന്റെ ജീവിതം സമർപ്പിച്ചതാണ്. മദ്യമോ മറ്റു വിധമായിരിക്കുന്ന തെറ്റായിരിക്കുന്ന വശങ്ങളോ പുകവലിയോ ഒന്നും ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല. എന്നിരുന്നാലും എന്റെ ജീവിതത്തിൽ ഒരു പെർഫെക്ഷൻ, ഒരു പൂർണ്ണത കിട്ടുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രിയപ്പെട്ട, ഈ വിഷയം നിങ്ങൾക്കുമില്ലയോ? ഈ പ്രശ്നങ്ങൾ നിങ്ങൾക്കുമില്ലയോ? നമ്മൾ ദൈവത്തിനെ വളരെയേറെ പ്രസാദിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന ചില വ്യക്തികളാണ് ഞങ്ങളെ കേൾക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് ഹിതമല്ലാത്ത ഒന്നും ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്ന ചില വ്യക്തികളാണ് ഞങ്ങളെ കേൾക്കുന്നത് നിങ്ങൾ പലരും. പക്ഷെ എന്താണ്, പലപ്പോഴും നമ്മൾ തെറ്റ് ചെയ്തു പോവുകയാണ്, പലപ്പോഴും നമ്മൾ പാപം ചെയ്തു പോവുകയാണ്. എന്നിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഒരു ദുഃഖം ഉണ്ടാക്കുകയാണ്. അയ്യോ, അത് തെറ്റായി പോയത്, ചെയ്തു പോയല്ലോ.